ഗൗരിയമ്മയ്ക്കെതിരായ മോശം പരാമർശത്തിൽ പി.സി. ജോർജിന് നിയമസഭയുടെ താക്കീത്. മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയം സഭ ശബ്ദവോട്ടോടുകൂടി പാസാക്കി. പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിയുടെ ശുപാർശകൾ ഐക്യകണ്ഠേന അംഗീകരിച്ചുകൊണ്ടാണ് പി.സി. ജോർജിനെ താക്കീത് ചെയ്യാൻ നിയമസഭ തീരുമാനിച്ചത്. സമിതിയുടെ ശുപാർശകൾ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവതരിപ്പിച്ച പ്രമേയം ചർച്ച കൂടാതെ ശബ്ദവോട്ടോടെ സഭ അംഗീകരിച്ചു. പി.സി. ജോർജിന്റെ പരാമർശങ്ങൾ ന്യായീകരിക്കാനാവുന്നതല്ലെന്നും ഇത്തരം പരാമർശങ്ങൾ ആവർത്തിക്കരുതെന്നും സ്പീക്കർ എൻ ശക്തൻ താക്കീത് ചെയ്തു. ബഹുമാന്യമായ പദവിക്ക് കോട്ടം തട്ടുന്ന രീതിയിലുള്ള പെരുമാറ്റം ഭാവിയിൽ ആവർത്തിക്കാതിരിക്കുവാൻ ശ്രീജിനെ താക്കീത് ചെയ്യുന്നു. നിയമസഭയുടെ തീരുമാനം ആദരവോടെ അംഗീകരിക്കുന്നുവെന്നായിരുന്നു പി.സി. ജോർജിന്റെ നിയമസഭയിലെ ആദ്യ പ്രതികരണം. താൻ വീട്ടിലിരുന്ന് നടത്തിയ സൗഹൃദ സംഭാഷണം താൻ അറിയാതെ ഒരു മാധ്യമം റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ടതാണ്. ഇതിൽ തനിക്ക് വേദനയുണ്ട്. തനിക്കെതിരെയുള്ള നടപടിയിലൂടെ ആരാണ് അപഹാസ്യരാകുന്നതെന്ന് ജനം തീരുമാനിക്കട്ടെയെന്നും തീരുമാനം ശരിയല്ലെങ്കിലും അംഗീകരിക്കുന്നുവെന്നും പി.സി. ജോർജ് പിന്നീട് പറഞ്ഞു. ഞാൻ വളരെ ആദരവോടുകൂടി സ്വീകരിക്കുക. കാരണം ബഹുമാനപ്പെട്ട സ്പീക്കർ, മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ എത്തിക്സ് കമ്മിറ്റിയുടെ തീരുമാനം ഒരു വിധത്തിലും നിയമത്തിൻ്റെ മുമ്പിൽ ഞാൻ കുറ്റക്കാരല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഗൗരിയം പറഞ്ഞ പച്ച നുണയായിരുന്നു, കളവാണ്. ഞാൻ അതിൽ പറഞ്ഞ ആകെപ്പാടെ പറഞ്ഞു എന്താ, ഞാൻ അസഭ്യ വാക്കുകൾ ഉപയോഗിച്ചു എന്ന് പറഞ്ഞു. ശരിയാണ്, ഞാൻ കള്ളത്തിനൊന്നും പറയാൻ തയ്യാറില്ല. പക്ഷേ എൻ്റെ പെരയ്ക്കകത്താണ്. അതിന് നിയമസഭാ കമ്മിറ്റിക്ക് എന്താ കാര്യം വേണമെങ്കിൽ എനിക്ക് ചോദിക്കാം, പക്ഷേ ഞാൻ ചോദിക്കുകയല്ല. തന്റെ സംസാര ശൈലി മാറ്റില്ലെന്നും പി.സി. ജോർജ് ആവർത്തിച്ചു. 2013 ടി.വി. തോമസ്, കെ.ആർ. ഗൗരിയമ്മ, ആർ. ബാലകൃഷ്ണപിള്ള, കെ.ബി. ഗണേഷ് കുമാർ എന്നിവർക്കെതിരെ പി.സി. ജോർജ് നടത്തിയ പരാമർശങ്ങളാണ് നിയമസഭയുടെ പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി പരിശോധിച്ചത്. അസഭ്യവാക്കുകൾ ചൊരിഞ്ഞ് കടുത്ത ഭാഷയിൽ പി.സി. ജോർജ് നടത്തിയ പരാമർശങ്ങൾ പെരുമാറ്റച്ചട്ടലംഘനമാണെന്ന് കാണിച്ച് കോടിയേരി ബാലകൃഷ്ണൻ നൽകിയ നോട്ടീസ് അനുസരിച്ചാണ് കെ. മുരളീധരൻ അധ്യക്ഷനായ സമിതി വിഷയം പരിഗണിച്ചത്. സമിതിക്ക് മുന്നിൽ പി.സി. ജോർജ് നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെന്ന നിഗമനത്തിലെത്തിനെ തുടർന്നാണ് പി.സി. ജോർജിനെ താക്കീത് ചെയ്യാൻ സമിതി ശുപാർശ ചെയ്തത്. 1999 രൂപീകരിച്ച പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ആദ്യമായാണ് ഒരു നിയമസഭാംഗം നടപടിക്ക് വിധേയനാവുന്നത്. നിയമസഭയിൽ നിന്നും ജിതിൻ ചന്ദ്രൻ. പാമോലിൻ കേസിൽ ചീഫ് സെക്രട്ടറിയെ തള്ളി സർക്കാർ. വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയെന്ന ജിജി തോംസന്റെ വാദം സർക്കാർ നിരാകരിച്ചു. അതേസമയം മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ പരിസ്ഥിതി ആഘാത പഠനത്തിനുള്ള അനുമതി നിഷേധിക്കപ്പെട്ടിട്ടില്ലെന്ന് മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. നിയമസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് ചീഫ് സെക്രട്ടറി ജിജി തോംസനെ തള്ളി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിലപാട് വ്യക്തമാക്കിയത്. പാമോലിൻ ഇടപാടിനെതിരെ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയിരുന്നുവെന്ന ചീഫ് സെക്രട്ടറിയുടെ വാദം തെറ്റാണെന്ന് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. ചീഫ് സെക്രട്ടറിയുടെ വിയോജനക്കുറിപ്പുണ്ടെന്നതിന് രേഖകളൊന്നുമില്ലെന്നും കേസിൽ നടക്കുന്ന വിജിലൻസ് അന്വേഷണത്തിന്റെ പരിധിയിൽ ജിജി തോംസന്റെ വെളിപ്പെടുത്തൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും എസ് ശർമ്മയുടെ ചോദ്യത്തിന് മറുപടിയായി രമേശ് ചെന്നിത്തല നിയമസഭയെ അറിയിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പരിസ്ഥിതി ആഘാത പഠനത്തിനായുള്ള കേരളത്തിന്റെ അപേക്ഷ വിദഗ്ധ സമിതി തള്ളിയിട്ടില്ലെന്നും തമിഴ്നാടിന്റെ അപേക്ഷയിൽ സുപ്രീം കോടതി വിധി വരും വരെ നീട്ടിവെക്കുകയാണ് ചെയ്തതെന്നും ജലവിഭവ വകുപ്പ് മന്ത്രി പി.ജെ. ജോസഫ് നിയമസഭയെ അറിയിച്ചു. പുതിയ അണക്കെട്ടിന് അനുമതി നൽകുന്നതിൽ കേന്ദ്രം തടസ്സവാദങ്ങൾ ഉന്നയിച്ചിട്ടില്ലെന്നും തോമസ് ചാണ്ടിയുടെ ചോദ്യത്തിന് രേഖാമൂലം നൽകിയ മറുപടിയിൽ പി.ജെ. ജോസഫ് വ്യക്തമാക്കി. സർക്കാർ മേഖലയിലെ മെഡിക്കൽ സീറ്റുകൾ നഷ്ടപ്പെട്ടില്ലെന്നും 15 സ്വാശ്രയ കോളേജുകളിലായി 850 മെറിറ്റ് സീറ്റുകളിൽ പ്രവേശനം നൽകുമെന്നും ആരോഗ്യമന്ത്രി വി.എസ്. ശിവകുമാർ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. സർക്കാർ കോളേജുകളിലെ 1250 സീറ്റുകളിലും പ്രവേശനം ഉറപ്പാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. 2013 മുതൽ 2015 മെയ് മാസം വരെ സംസ്ഥാനത്ത് 26 പേർ തെരുവുനായ്ക്കളുടെ കടിയേറ്റ് മരിച്ചതായും മൊത്തം 2,50,075 പേർക്ക് തെരുവുനായ്ക്കളുടെ കടിയേറ്റതായും ആരോഗ്യമന്ത്രി വി.എസ്. ശിവകുമാർ നിയമസഭയെ അറിയിച്ചു. നിയമസഭയിൽ നിന്നും ജിതിൻ ചന്ദ്രൻ. കോന്നിയിലെ കുട്ടികളെ ആരോ അപായപ്പെടുത്തിയതായി മരിച്ച രാജിയുടെ അമ്മ പീപ്പിൾ ടിവിയോട്. മരണത്തിനു പിന്നിലെ യഥാർത്ഥ കാരണം തനിക്കറിയണമെന്നും അമ്മ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. എന്നാൽ കുട്ടികൾക്കെതിരെയുള്ള ഐജിയുടെ പ്രസ്താവനയ്ക്കെതിരെ മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും പരാതി നൽകുമെന്ന് മരിച്ച കുട്ടിയുടെ ബന്ധുക്കൾ പറഞ്ഞു. അതേസമയം ADGP ബി സന്ധ്യ നേരിട്ടെത്തി തെളിവെടുക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. ഒറ്റപ്പാലത്ത് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തെന്ന് കരുതപ്പെടുന്ന പെൺകുട്ടികളുടെ കുടുംബാംഗങ്ങളാണ് കേസന്വേഷിക്കുന്ന പോലീസിന്റെ നടപടിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടാണ് ആത്മഹത്യക്ക് ഒരുങ്ങിയതെന്നാണ് IG മനോജ് എബ്രഹാം പറഞ്ഞത്. ഇതിനെതിരെയാണ് പ്രധാനമായും മരണപ്പെട്ട കുട്ടികളുടെ ബന്ധുക്കൾ രംഗത്ത് വന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് തന്റെ മകൾ മരിക്കില്ലെന്ന് രാജിയുടെ അമ്മ പറഞ്ഞു. ഇവരെ ആരോ അപായപ്പെടുത്തിയതാണെന്നും ഇവർ സംശയിക്കുന്നു. എപ്പോഴും തൻ്റെ കൂടെ സന്തോഷവതിയായിരുന്നു രാജിയെന്നും വീട്ടിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലെന്നും ഇവർ വ്യക്തമാക്കുന്നു. പോലീസിന്റെ ദുഷ്പ്രചരണത്തിനെതിരെ മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും പരാതിയും നൽകുമെന്ന് ഇവർ വ്യക്തമാക്കി. പോലീസ് അന്ന് അവിടെ വെച്ച് എൻ്റെ അടുത്തൊക്കെ പറഞ്ഞാലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടായി കുട്ടി പോയേക്കുന്നതെന്ന്.
അങ്ങനെ ഒരിക്കലും അത് എഴുതി തീർക്കാനൊന്നും ആരും ശ്രമിക്കരുത്. ഇല്ലാത്തതൊന്നും എഴുതി പിടിപ്പിക്കരുത്. തീർച്ചയായിട്ടും ഇതിൻ്റെ പേര് ഞങ്ങൾ ആക്ഷൻ എടുക്കുന്നതായിരിക്കും. ഈ കുട്ടിയൊക്കെ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കാര്യം. അതേസമയം പെൺകുട്ടികളുടെ ചിത കെട്ടടങ്ങും മുമ്പേ IG നടത്തിയ പ്രസ്താവന പ്രതിഷേധാർഹമാണെന്ന് മരണപ്പെട്ട രാജിയുടെ വല്യച്ഛൻ പ്രസാദ് പറഞ്ഞു. മരിച്ച കുട്ടികൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടും ആത്മഹത്യാ പ്രവണതയും ഉണ്ടായിരുന്നുവെന്ന IG-യുടെ വാദം തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു. IG-യുടെ ഈ റിപ്പോർട്ടിനെതിരെ ഞങ്ങൾ മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും പരാതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ കേസിൽ വല്ല ദുരൂഹതകളുള്ളതായി കണ്ടുപിടിക്കണമെന്നും ഇനി മേലിൽ മറ്റു കുട്ടികൾക്ക് ഇങ്ങനൊരു അപകടം ഉണ്ടാകാതിരിക്കാനും വേണ്ടി ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കണമെന്നുമാണ് ഞങ്ങളുടെ അഭിപ്രായം. അതേസമയം അന്വേഷണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് CPIM ഉൾപ്പെടെയുള്ള ഇടത് സംഘടനകൾ കോന്നി CA ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. ലെസ്ലി ജോൺ, പത്തനംതിട്ട. കോന്നിയിലെ പെൺകുട്ടികളുടെ മരണവുമായി ബന്ധപ്പെട്ട കേസ് പോലീസ് അട്ടിമറിക്കുമെന്നാരോപിച്ച് SFI DYFI പ്രവർത്തകർ കോന്നി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. കോന്നി ടൗണിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് CA ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. 100 കണക്കിന് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ച മാർച്ചിൽ പങ്കെടുത്തു. മരങ്ങാട്ടുപള്ളിയിൽ പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട സിബിയെ മർദ്ദിച്ചിട്ടില്ലെന്ന 16-കാരന്റെ മൊഴി. മർദ്ദിച്ചുവെന്ന മൊഴി സർക്കാർ പോലീസ് നിർബന്ധിച്ചുവെന്നും ബാലന്റെ വെളിപ്പെടുത്തൽ. മരങ്ങാട്ടുപള്ളിയിൽ പോലീസ് മർദ്ദനത്തെ തുടർന്ന് കൊല്ലപ്പെട്ട സിബിയെ ആക്രമിച്ചിട്ടില്ലെന്ന് 16-കാരന്റെ മൊഴി. പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ചെയർമാൻ ജസ്റ്റിസ് നാരായണക്കുറുപ്പിനാണ് 16-കാരൻ മൊഴി നൽകിയത്. പോലീസ് മർദ്ദനം കാരണം സിബി ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായതിനെ തുടർന്ന് SI ജോർജ് കുട്ടി തന്നെ സമീപിച്ചുവെന്നും സിബിയെ കല്ലിന് ഇടിച്ചതായി മൊഴി നൽകാൻ നിർബന്ധിക്കുകയും ചെയ്തതായി 16-കാരൻ മൊഴി നൽകി. SI ഭീഷണിപ്പെടുത്തി പരാതി എഴുതി വാങ്ങുകയും ചെയ്തു. സംഭവത്തെ തുടർന്ന് പാലാ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നുവെന്നും 16-കാരൻ മൊഴി നൽകി. സിബിയുമായി അടിപിടി ഉണ്ടായി എന്ന നിലയിൽ മാത്രമേ അന്വേഷണ സംഘത്തിന് മൊഴി നൽകാവൂ എന്ന് രാമപുരം CI ഇമാനുവൽ പോൾ വീട്ടിലെത്തി നിർബന്ധിച്ചുവെന്നും കുട്ടി പറഞ്ഞു. സിബിയുമായി വാക്കേറ്റമുണ്ടായ ദിവസം താൻ ധരിച്ചിരുന്ന വസ്ത്രവും പോലീസുകാർ എടുത്തുകൊണ്ടുപോയി. കുട്ടിയുടെ അമ്മയുടെ മൊഴിയും അതോറിറ്റി രേഖപ്പെടുത്തി. ഈ കേസിലെ 1-ാം പ്രതിയായി കൊലക്കുറ്റമാണ് 16-കാരന്റെ പേരിൽ രേഖപ്പെടുത്തിയത്. സിബിക്കുണ്ടായ പരിക്കുകളും മരണകാരണവും തങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടി തുടക്കത്തിലെ തന്നെ വ്യക്തമായി പോലീസ് ഇടപെട്ടിരുന്നു. ഇതിനെതിരെ പ്രതിഷേധം ശക്തമായിരുന്നു. അതിനിടയിലാണ് ചൊവ്വാഴ്ച പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി കോട്ടയത്തെത്തി 16-കാരന്റെയും അമ്മയുടെയും മൊഴി രേഖപ്പെടുത്തിയത്. 2.5 മണിക്കൂറോളം മൊഴിയെടുപ്പ് നീണ്ടുനിന്നു. തലയ്ക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്നും ഇഷ്ടികയോ മരത്തടിയോ കൊണ്ട് ഏറ്റ അടിയാവാം മരണകാരണമെന്നുമുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പാലാ RTO CK പ്രകാശിന് ലഭിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷന് ഇദ്ദേഹം റിപ്പോർട്ട് നൽകും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മരങ്ങാട്ടുപള്ളിയിൽ സിബി എന്ന യുവാവ് മരിച്ച സംഭവത്തിൽ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ചെയർമാൻ ജസ്റ്റിസ് നാരായണക്കുറുപ്പ് പറഞ്ഞു. സിബിയെ കസ്റ്റഡിയിലെടുത്ത സമയത്ത് തന്നെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കണമായിരുന്നുവെന്നും ജസ്റ്റിസ് നാരായണക്കുറുപ്പ് പറഞ്ഞു. മെഡിക്കൽ ടെസ്റ്റ് നടത്താത്തൊരു വീഴ്ച തന്നെയാണ്. പിന്നെ ഈ നീരുണ്ടല്ലോ, വലിയൊരു നീരാണ്. ഞങ്ങളുടെ എൻ്റെ ഫോട്ടോഗ്രാഫ്സൊക്കെ ഉണ്ട്. ആ നീര് അവരുടെ ആരുടെയും ശ്രദ്ധയപ്പെടാണ്ട് പോകില്ല. ആ നീര് കണ്ടാൽ അവർ തീർച്ചയായിട്ടും മെഡിക്കൽ എക്സാമിനേഷന് CBI കൊണ്ടുപോകേണ്ടിയിരുന്നു. അതൊരു വലിയ വീഴ്ചയാണ്. നിയമത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരാളെ കസ്റ്റഡിയിലെടുത്താൽ, സുപ്രീം കോർട്ടും ഒക്കെ വിധിച്ചു വച്ചിട്ടുള്ളത്, ഒരാളെ കസ്റ്റഡിയിലെടുത്താൽ പിന്നെ അയാൾക്ക് എന്ത് സംഭവിച്ചു, മരണം സംഭവിച്ചാൽ അത് എങ്ങനെ മരണം സംഭവിച്ചു എന്നുള്ളതെല്ലാം പോലീസിൻ്റെ ചുമതലയാണ്. കസ്തൂരി രംഗൻ പ്രക്ഷോഭത്തെ തുടർന്ന് സർക്കാർ നിയോഗിച്ച ഉമ്മൻ കമ്മീഷന്റെ റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ തന്നെ അട്ടിമറിച്ചു. പരിസ്ഥിതി ലോല മേഖലകളുടെ അതിർത്തി പുനർനിർണയിച്ചുകൊണ്ടുള്ള പുതിയ റിപ്പോർട്ട് തയ്യാറാക്കിയത് വനം വകുപ്പാണ്. ഇതുപ്രകാരം 600 ചതുരശ്ര കിലോമീറ്റർ ജനവാസ പ്രദേശം വനമേഖലയായി മാറും. വിവരം പുറത്തുവന്നതോടെ മലയോര മേഖലകളിൽ പ്രതിഷേധം ശക്തമായി. കസ്തൂരി രംഗൻ റിപ്പോർട്ട് സംബന്ധിച്ച് മലയോര മേഖലയിൽ ആശങ്ക ഉയർന്ന പശ്ചാത്തലത്തിലായിരുന്നു ഉമ്മൻ കമ്മീഷനെ സംസ്ഥാന സർക്കാർ നിയോഗിച്ചത്. സമിതി വിശദമായ പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടു. കൃഷിഭൂമിയും ജനവാസ മേഖലയും തോട്ടങ്ങളും പരിസ്ഥിതി ലോല പട്ടികയിൽ നിന്നും ഒഴിവാക്കിയുള്ള ഭൂപടങ്ങളോടുകൂടിയ റിപ്പോർട്ടായിരുന്നു അത്. എന്നാൽ ഇത് യഥാസമയം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല. കേന്ദ്രം ആവർത്തിച്ച് ആവശ്യപ്പെട്ടപ്പോൾ മാത്രമാണ് കഴിഞ്ഞ മാസം 12-ന് സംസ്ഥാന സർക്കാർ മറ്റൊരു റിപ്പോർട്ട് നൽകാൻ തയ്യാറായത്. ഉമ്മൻ കമ്മീഷൻ റിപ്പോർട്ട് മാറ്റിവെച്ച് സംസ്ഥാനം വനം വകുപ്പ് തയ്യാറാക്കിയ മറ്റൊരു റിപ്പോർട്ടാണ് കേന്ദ്രത്തിന് സമർപ്പിച്ചത്. റിപ്പോർട്ട് പ്രകാരം 9746 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം വനമേഖലയാണ്.
പുതുതായി യാതൊരു പഠനവും നടത്താതെ വനം വകുപ്പിന്റെ കൈവശമുള്ള പതിറ്റാണ്ടുകൾ പഴക്കമുള്ള രേഖകൾ പഠന റിപ്പോർട്ടാക്കി മാറ്റുകയായിരുന്നു. ഈ റിപ്പോർട്ട് കേന്ദ്രം അംഗീകരിക്കുന്നതോടെ ജനവാസ പ്രദേശങ്ങൾ വനമേഖലയുടെ പരിധിയിൽ വരും. നിലവിലുള്ളതിനേക്കാൾ 600 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം വനമേഖലയാണെന്നാണ് ഈ റിപ്പോർട്ടിലുള്ളത്. ഇതുപ്രകാരം കട്ടപ്പന നഗരസഭാ പ്രദേശം പോലും വനമാക്കി മാറ്റേണ്ടി വരും. വനം വകുപ്പ് തയ്യാറാക്കിയ ഭൂപടത്തിൽ ഏലത്തോട്ടങ്ങൾ ഉൾപ്പെടെ പച്ച നിറത്തിലാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇതനുസരിച്ച് ഈ മേഖലയ്ക്കും വനനിയമങ്ങൾ ബാധകമാകും. ചുരുക്കത്തിൽ കസ്തൂരിരംഗനേക്കാൾ കഠിനമാണ് സംസ്ഥാന വനം വകുപ്പ് തയ്യാറാക്കിയിരിക്കുന്ന പഠന റിപ്പോർട്ട് എന്നർത്ഥം. വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് ജോയിസ് ജോർജ് എം.പി. മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. വിവരങ്ങൾ പുറത്തു വന്നതോടെ ശക്തമായി സമരരംഗത്തെത്താനാണ് മലയോര മേഖലയിലെ കർഷക സംഘടനകളുടെ നീക്കം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ADGP ഋഷിരാജ് സിംഗും ഒരേ വേദിയിലെത്തി. തിരുവനന്തപുരത്ത് കേരള പോലീസിന്റെ ശുഭയാത്ര പരിപാടിയിലാണ് ഇരുവരും കണ്ടുമുട്ടിയത്. ഋഷിരാജ് സിംഗ് ഹസ്തദാനം ചെയ്താണ് ചെന്നിത്തലയെ സ്വീകരിച്ചത്. വിവാദങ്ങൾക്ക് ശേഷം ADGP ഋഷിരാജ് സിംഗും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഒരേ വേദിയിലെത്തി. കേരള പോലീസിന്റെ ശുഭയാത്രാ പദ്ധതിയുടെ ഭാഗമായി ആക്കുളം MGM സ്കൂളിൽ സംഘടിപ്പിച്ച ട്രാഫിക് ത്രൂ മാജിക് എന്ന പരിപാടിയിലാണ് ഇരുവരും കണ്ടുമുട്ടിയത്. പിണക്കങ്ങൾ മാറ്റിവെച്ച് പരിഭവങ്ങളില്ലാതെ ഋഷിരാജ് സിംഗ് രമേശ് ചെന്നിത്തലയെ കൈകൂപ്പി ഹസ്തദാനം ചെയ്ത് സ്വീകരിച്ചു. DGPയും മറ്റ് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരും വേദിയിൽ സന്നിഹിതരായിരുന്നു. നേരത്തെ വിയൂരിൽ നടന്ന ചടങ്ങിൽ ആഭ്യന്തരമന്ത്രിയെ ADGP ഋഷിരാജ് സിംഗ് ഗൗനിച്ചില്ലെന്ന വിവാദമുയർന്നിരുന്നു. അതിനുശേഷം ഇതാദ്യമായാണ് ഇരുവരും ഒരേ വേദിയിൽ കണ്ടുമുട്ടിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഭൂമി ഏറ്റെടുക്കൽ ബില്ലിൽ ധാരണയിലെത്താതെ മുഖ്യമന്ത്രിമാർ പങ്കെടുത്ത നീതി ആയോഗ് യോഗം ദില്ലിയിൽ സമാപിച്ചു. ബിൽ നടപ്പിലാക്കുന്നതിൽ സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് മുഖ്യമന്ത്രിമാർ ആവശ്യപ്പെട്ടു. ഭൂമി ഏറ്റെടുക്കൽ ബിൽ പ്രധാന അജണ്ടയായി ഉൾപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ യോഗം ബഹിഷ്കരിച്ചു. ഭൂമി ഏറ്റെടുക്കൽ ബിൽ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കുന്നതിനെക്കുറിച്ചാണ് നീതി ആയോഗിന്റെ ഗവേണിംഗ് കൗൺസിൽ യോഗം ചർച്ച ചെയ്തത്. ഇതിൽ പ്രതിഷേധിച്ച് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി അഖിലേഷ് യാദവ്, വിവിധ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ എന്നിവർ യോഗം ബഹിഷ്കരിച്ചു. ഔദ്യോഗിക തിരക്കുകൾ ചൂണ്ടിക്കാട്ടി തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത പങ്കെടുത്തില്ലെങ്കിലും ഭൂമി ഏറ്റെടുക്കൽ ബില്ലിനെതിരായ എതിർപ്പ് രേഖാമൂലം പ്രധാനമന്ത്രിയെ അറിയിച്ചു. യോഗത്തിൽ പങ്കെടുത്ത BJP മുഖ്യമന്ത്രിമാരും ബില്ലിനെ അനുകൂലിക്കാത്തത് ശ്രദ്ധേയമായി. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ബില്ലിലെ ചില വ്യവസ്ഥകൾ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ BJP പിന്തുണയോടെ അകാലിദൾ ഭരിക്കുന്ന പഞ്ചാബ് മുഖ്യമന്ത്രി പ്രകാശ് സിംഗ് ബാദൽ ബിൽ വേണ്ടെന്നാവശ്യപ്പെട്ടു. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ഒറീസ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കും സംസ്ഥാനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് ബിൽ വിടണമെന്നാവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് ഏകധാരണയില്ലാതെ യോഗം പിരിഞ്ഞു. പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനങ്ങളിൽ ധാരണയിലെത്താനാണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചത്. ധാരണയിലെത്തിയില്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ തീരുമാനം അംഗീകരിക്കണമെന്നാണ് പൊതു അഭിപ്രായം. അതേസമയം പങ്കെടുക്കാത്ത മുഖ്യമന്ത്രിമാർ ആത്മപരിശോധന നടത്തണമെന്ന് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ദില്ലി. വിശ്വപ്രസിദ്ധ മലയാള സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പത്നി ഫാബി ബഷീർ അന്തരിച്ചു. 77 വയസ്സായിരുന്നു. അർബുദബാധിതയായിരുന്ന ഫാബി ബഷീറിനെ ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ ബുധനാഴ്ചയാണ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഖബറടക്കം നാളെ രാവിലെ ബേപ്പൂർ ജുമാ മസ്ജിദിൽ നടക്കും. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സാഹിത്യ ജീവിതത്തിൽ താങ്ങും തണലുമായിരുന്നു ഫാബി ബഷീർ. നടുവണ്ണൂരിലെ അരീക്കാടൻ വീട്ടിൽ കോയ മുഹമ്മദ് മാസ്റ്ററുടെയും ഖദീജയുടെയും മൂത്തമകളായ ഫാബി 1958 ഡിസംബർ 18 ബേപ്പൂർ സുൽത്താന്റെ ജീവിത സഖിയായത്. അന്നു മുതൽ ബഷീറിന്റെ സാഹിത്യ ജീവിതത്തിന്റെയും വ്യക്തിജീവിതത്തിന്റെയും താങ്ങും തണലുമായിരുന്നു ഫാബി ബഷീർ. ബഷീറിന്റെ സുഹൃത്തുക്കളായ ലോകപ്രശസ്ത സാഹിത്യകാരന്മാരും കലാകാരന്മാരുമെല്ലാം ബേപ്പൂരിലെ വയലാലിലെ വീട്ടിലെത്തുമ്പോൾ അവർക്ക് സ്നേഹത്തിൽ ചാലിച്ച വിരുന്നു നൽകുന്ന വീട്ടുകാരിയായി ഫാബി ബഷീർ. ബഷീർ അസുഖം മൂർച്ഛിച്ച് ഗുരുതരാവസ്ഥയിലായ ഘട്ടത്തിലൊക്കെ സാധാരണ സ്ത്രീകളെക്കാളും കരുത്തും ക്ഷമയുമായി ഫാബി കൂടെ നിന്നു. ബഷീറിനെ വായിച്ചറിഞ്ഞ് ബേപ്പൂരിലേക്ക് എത്തുന്ന ആരാധകരോട് ബഷീറിന്റെ സ്മരണകൾ ആവേശത്തോടെ ഫാബി ബഷീർ പങ്കുവച്ചിരുന്നു. ബഷീർ ഉപയോഗിച്ചിരുന്ന കണ്ണടയും എഴുത്തുമേശയുമൊക്കെ ഇന്നും നിധി പോലെ സൂക്ഷിച്ചിട്ടുണ്ട് വയലാലിലെ വീട്ടിൽ. സ്മാരകം പോലും നിർമ്മിക്കാതെ സംസ്ഥാന സർക്കാർ മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരനെ അവഗണിച്ചപ്പോൾ ശക്തമായ പ്രതികരണവുമായി ഫാബി ബഷീർ രംഗത്തെത്തിയിരുന്നു. മലയാളിയുടെ മനസ്സിൽ കഥയെക്കാളും കഥാപാത്രങ്ങളെക്കാളും ഉയരത്തിൽ പന്തലിച്ച കഥാനായകനെ ഉപാസിച്ച ഫാബി ബഷീർ കഥാവിശേഷിയാകുമ്പോൾ മലയാളിക്ക് നഷ്ടമാവുന്നത് ഒരു കാലഘട്ടത്തെ തന്നെയാണ്.
ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചരിത്രപ്രസിദ്ധമായ ആറന്മുള വഴിപാട് വള്ളസദ്യയ്ക്ക് തുടക്കം കുറിച്ചു. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്ര സന്നിധിയിൽ വള്ളസദ്യ വിളമ്പിയ ശേഷമാണ് തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് എം വി ഗോവിന്ദൻ നായർ ഭദ്രദീപം കൊളുത്തി തുടക്കം കുറിച്ചത്. തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത ഉൾപ്പെടെയുള്ള പ്രമുഖർക്ക് വേണ്ടിയും ഇത്തവണ വഴിപാട് വള്ളസദ്യ നടക്കുന്നുണ്ട്. ആറന്മുള ഗ്രാമത്തിന്റെ പൈതൃകവും ഐതിഹ്യവും പേറി പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ വഴിപാട് വള്ളസദ്യയ്ക്ക് തുടക്കം കുറിച്ചു. ക്ഷേത്ര സന്നിധിയിൽ വിവിധ കരക്കാർ വഞ്ചിപ്പാട്ടിന്റെ താളത്തിൽ വള്ളപ്പാട്ട് പാടി ഭഗവാന് കാണിക്ക സമർപ്പിച്ച വേളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം വി ഗോവിന്ദൻ നായർ ഭദ്രദീപം കൊളുത്തി ഇക്കൊല്ലത്തെ വള്ളസദ്യയ്ക്ക് തുടക്കം കുറിച്ചു. ആദ്യ ദിനമായ ഇന്ന് ചെറുകോൽ സ്വദേശി പ്രശാന്തിന്റെ വഴിപാട് വള്ളസദ്യയാണ് നടന്നത്. വഴിപാടുകാരൻ ക്ഷേത്രക്കടവിൽ പള്ളിയോടത്തിൽ പാടിയെത്തുന്ന കരനാഥന്മാരെ സ്വീകരിച്ച് ക്ഷേത്രാങ്കണത്തിലേക്ക് ആനയിച്ചു. സ്വീകരണ ചടങ്ങിൽ ചലച്ചിത്ര പിന്നണി ഗായകൻ വേണുഗോപാലും ചലച്ചിത്രതാരം ദേവനും പങ്കുചേർന്നു. ക്ഷേത്രത്തിന് വലം വെച്ച കരനാഥന്മാർ ക്ഷേത്രസന്നിധിയിൽ വള്ളപ്പാട്ട് പാടിയ ശേഷമാണ് വള്ളസദ്യക്കായി ഊട്ടുപുരയിൽ കടന്നത്. 60-ലധികം വിഭവങ്ങൾ ഒരുക്കിയ സദ്യയിൽ ആവശ്യമുള്ളത് വള്ളപ്പാട്ട് പാടിയാണ് കരക്കാർ ചോദിക്കുക. ഭഗവാൻ കരനാഥന്മാർക്കൊപ്പം ഭക്ഷണം കഴിക്കുമെന്നതാണ് വിശ്വാസം. ഇത്തവണ 350-ലധികം വഴിപാട് വള്ളസദ്യകൾ ഇതിനോടകം ബുക്ക് ചെയ്ത് കഴിഞ്ഞു. തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത ഉൾപ്പെടെയുള്ള പ്രമുഖരാണ് ഇത്തവണത്തെ പ്രധാന വഴിപാടുകാർ. 77 ദിവസം വള്ളസദ്യ നീണ്ടു നിൽക്കും. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. പരസ്യ ഏജൻസിയായ ഓർഗാനിക് BPS ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നടത്തിയ ഗ്രീൻ സ്റ്റോം മിനിക്കഥ മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ബെന്യാമിൻ സമ്മാനദാനം നിർവഹിച്ചു. 1, 2, 3 സ്ഥാനക്കാരായ അശ്വതി ദേവി, ലിനറ്റ് ജോഷി, ബിനോ രവീന്ദ്രൻ എന്നിവർ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങി. ഓർഗാനിക് BPS CEO ദിലീപ് നാരായണൻ, ജോർജ് കോര, ജിമ്മി തോമസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ബോബി ചെമ്മണ്ണൂരിനെ കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമമെന്ന് ബോബി ചെമ്മണ്ണൂർ ഗ്രൂപ്പ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്രിമിനൽ കേസിൽ ജാമ്യമില്ലാ വാറന്റ് നിലനിൽക്കുന്ന പ്രതി ജ്യോതീന്ദ്രനാണ് കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമിക്കുന്നത്. ഇതിനായി വ്യാജ തെളിവുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. പോലീസ് അന്വേഷണത്തിൽ ജ്യോതീന്ദ്രന്റെ പരാതി വ്യാജമെന്ന് തെളിഞ്ഞതായും ബോബി ചെമ്മണ്ണൂർ ഗ്രൂപ്പ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.